നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അങ്കമാലി മാങ്ങാക്കറിയാണ്. അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ച സാധനങ്ങളാണ്. ഒരു സവാള നൈസായിട്ട് അരിഞ്ഞതാണ്, കനം കുറച്ചരിഞ്ഞ സവാളയാണ് ഇത്. പിന്നെ വേണ്ടത് നീളത്തിൽ ചെറുതായി അരിഞ്ഞ ഇഞ്ചി ഒരു കഷ്ണം. ഞാനൊരു 4 പച്ചമുളക് നടുവേ കീറി എടുത്തിട്ടുണ്ട്. ഇത്രയും ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5-10 ചെറിയുള്ളി എടുത്തിട്ടുണ്ടാവും. അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും, ഉപ്പിട്ടിട്ടില്ല, മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും കൂടി തിരുമ്മി വെച്ച മാങ്ങയാണിത്, കഷ്ണമാക്കിയത്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു ചട്ടിയിലോട്ട് ഈ സവാളയും ചെറിയുള്ളിയും അരിഞ്ഞു വെച്ച ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, ഇതിലോട്ട് കുറച്ച് കല്ലുപ്പും പിന്നെ ഒരു ഇച്ചിരി ഇത്രയും സുറുക്കി വിട്ടിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുന്നുണ്ട്. കൈ വെച്ചിട്ടാണ് ഇതൊക്കെ കൂടി നന്നായിട്ട് തിരുമ്മിയെടുക്കുന്നത്. ഈ തിരുമ്മുമ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരാനുണ്ട് ഇതിന്. ആസിഫ് അലീൻ്റെയൊക്കെ ഫേവറേറ്റ് കറിയാണ് ഈ അങ്കമാലി മാങ്ങാക്കറി. ഞാൻ കുറേ വീഡിയോയിൽ ആസിഫ് അലി ഇങ്ങനെ പറയുന്ന കണ്ടിട്ടുണ്ട്, സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നതാണ് യൂട്യൂബിലൊക്കെ. അങ്ങനെയാണ് ഈ കറീൻ്റെ റെസിപ്പി തപ്പിപ്പോയിട്ട് ഇത് അങ്കമാലിയിലൊക്കെ കാറ്ററിംഗ് സർവീസുകാർ വെക്കുന്ന അസലും അങ്കമാലി മാങ്ങാക്കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നന്നായിട്ട് ഇതുപോലെ തിരുമ്മിയെടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് യോജിക്കണം. ഇനി ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. ഞാനിവിടെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിൽ കാശ്മീരി മുളക് പൊടി ഇടരുത്, സാധാ മുളക് പൊടി ഇട്ടാൽ മതി. അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂണ് സാധാ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ നേരത്തെ മഞ്ഞൾപ്പൊടിയും സുർക്കയും തിരുമ്മി വെച്ച് പച്ചമാങ്ങ ഇടുന്നുണ്ട്. എന്നിട്ട് മാങ്ങ ഉടയാതെ ഇതൊക്കെ തിരുമ്മിയെടുക്കുക. ഇതിനകത്തോട്ട് ഒരു മുറി തേങ്ങയുടെ, വലിയൊരു തേങ്ങയുടെ ഒരു മുറിയാണ്, അതിൽ 2ാം പാലാണ് ഒഴിക്കുന്നത്. അതുകൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അടുപ്പത്തോട്ട് വെക്കുക. നന്നായിട്ട് വേവണം. നമ്മളിത് ഇടയ്ക്ക് ഒരേ ഡയറക്ഷനിലോട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഇത് ഇളക്കേണ്ടത്, ഒരേ സൈഡിലോട്ട് തന്നെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. വലിയൊരു മഴ വരുന്നുണ്ട്, നല്ല മഴയായതുകൊണ്ട് ഇരുട്ട് പിടിച്ചിട്ടുണ്ട്, അതൊന്നും വെളിച്ചമൊന്നുമില്ല. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് 1ാം പാൽ ഒഴിച്ചു കൊടുക്കലാണ്.
ഇനി നമ്മൾ ഇതിലോട്ടൊരു താളിപ്പാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലോട്ട് ചെറിയുള്ളി ഇടുന്നുണ്ട്. ചെറിയിലിട്ട് മുളക് ഇടുന്നുണ്ട്.